കഴിഞ്ഞ ദിവസം എസ്എഫ്ഐക്കാർ നടത്തിയ സമരത്തിനിടയിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കാറിൽ നിന്നിറങ്ങിയുള്ള പ്രഹസനങ്ങളെല്ലാം കേരള ജനത കണ്ടതാണ്. അദ്ദേഹം കേരളത്തിൽ നടപ്പാക്കാൻ ശ്രമിക്കുന്നത് ആർഎസ്എസിന്റെയും ബിജെപിയുടെയും രഹസ്യ അജണ്ടയാണ്. അതോ കാവ്യവൽക്കരിക്കാനുള്ള ശ്രമമാണോ ഗവർണർ നടത്തുന്നത്? എന്താണ് കേരള ജനതയ്ക്ക് പറയാനുള്ളത്? അതേപോലെ തന്നെ അദ്ദേഹം ഇപ്പോൾ കാണിക്കുന്ന പ്രവർത്തനങ്ങളെല്ലാം കേരളത്തിന്റെ ബിജെപിയുടെ പ്രസിഡന്റ് സ്ഥാനം വ്യാമോഹിച്ചുകൊണ്ടുള്ള പ്രഹസനങ്ങൾ മാത്രമാണോ? എന്താണ് കേരള ജനതയ്ക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം. 100% തെറ്റാണ്. അങ്ങയുടെ സ്ഥാനത്തിരിക്കുന്ന ഒരാൾ വണ്ടിക്കകത്ത് നിന്ന് ഇറങ്ങാൻ പാടില്ലാത്തതാണ്. അതാണ് സർക്കാർ കൊടുക്കുന്ന പ്രൊട്ടക്ഷൻ. ഇറങ്ങി തെറ്റാണ്. അത് പിന്നെ അപകടം ക്ഷണിച്ചു വരുത്തുന്ന ഇതുവരെയുള്ള പ്രവർത്തനം മുഴുവനും അത് തന്നെയാണ്. കാവ്യവൽക്കരിക്കുക, ആർഎസ്എസിനെ തിരികെ കയറ്റുക, പിന്നെ അർഹതയുള്ള ആൾക്കാരെ വെളിയിലാക്കിയിട്ട് ആർഎസ്എസ്കാരെ തിരികെ കയറ്റുക, ഇതൊക്കെയാണ് നടക്കുന്നത്. ഇതൊക്കെ ഈ കേരളത്തിനകത്ത് ഇപ്പോൾ ആദ്യം പറഞ്ഞു കേട്ടിട്ടുള്ള ഇതിനു മുമ്പ് ഒരു സംഭവം ഇങ്ങനെ ഉണ്ടായിട്ടില്ല. പിന്നെ സ്ഥാനത്തിരുന്നു കൊണ്ട് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഇതുവരെ ചെയ്തിട്ടുള്ളത്. പറയുന്നതോ അതിനേക്കാൾ മേച്ചമായ രീതിയിലുള്ള സംസാരങ്ങൾ ആ സ്ഥാനത്തിരിക്കുന്ന ഒരു ഗവർണർക്ക് പറയാൻ പറ്റുന്നതാണ്. അങ്ങനെ പബ്ലിക്കായിട്ട് ഇറങ്ങരുത്. അങ്ങനെ പ്രൊട്ടക്ഷൻ ആര് കൊടുക്കും? നമുക്ക് രണ്ട് രീതിയിലും അതിനെ കാണാം, മനസ്സിലായില്ലേ? ഇപ്പോൾ ഗവർണർ ഒരിക്കലും ഒരു വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധിക്കുമ്പോഴത്തേക്ക് കാറിൽ നിന്ന് ഇറങ്ങി ആ പെർഫോമൻസ് നമ്മൾ കണ്ടതാണ്. ആ നിലയിലേക്ക് ഒരു ഗവർണർ ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ വരുന്നത് ശരിയായ നടപടിയില്ല. അദ്ദേഹത്തിന് പ്രൊട്ടക്ഷനുണ്ട്, പൈലറ്റ് വാഹനങ്ങളുണ്ട്, പോലീസുണ്ട്. പിന്നെ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളെന്ന് വെച്ചാൽ അവരുടെ അവകാശമാണ്. അദ്ദേഹത്തിൻ്റെ ഭാഗത്തും തെറ്റില്ലേ? ഗവർണറുടെ ഭാഗത്തും ഒരു തെറ്റ് കാണിച്ചില്ല. അദ്ദേഹം രാഷ്ട്രീയം കളിക്കുന്നുള്ളത് വളരെ വ്യക്തമാണ്. നമ്മൾ നിഷ്പക്ഷമായിട്ട് പറഞ്ഞാൽ ഗവർണർ രാഷ്ട്രീയം കളിക്കുന്നു, വിദ്യാർത്ഥികൾ അവരുടെ രാഷ്ട്രീയം കളിക്കുന്നു. ഇവിടെ രണ്ട് ഭാഗത്തും തെറ്റാണ്. രണ്ടുപേരും സംയമനം പാലിക്കണം എന്ന് മാത്രമേ ഇതിനൊക്കെ പറയാം. അതിപ്പോഴേ നമുക്കറിയാം, അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്ന ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു, ഇന്ത്യൻ വൈസ് പ്രസിഡന്റ് അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നു. അതിൽ അദ്ദേഹത്തിനൊരു ഫ്രസ്ട്രേഷനുണ്ട്, അതെല്ലാവർക്കും അറിയാം. അദ്ദേഹം പൂർണ്ണമായിട്ട് വിശ്വസിച്ചു വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പോകുമെന്ന്. പക്ഷേ അതിൽ ഫ്രസ്ട്രേഷനുണ്ട്. മനുഷ്യരിൽ ആഗ്രഹമില്ലാത്തവരാരുമില്ലല്ലോ. അധികാരം എന്ന് പറയുന്ന മനുഷ്യനെ ദുഷിപ്പിക്കുമെന്നാണല്ലോ പറയുന്നത്. അദ്ദേഹം ചെയ്തത് ശരിയാണോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അദ്ദേഹത്തിനത് ശരിയായിരിക്കും, മറ്റുള്ളവർക്കത് തെറ്റായിരിക്കും. അതിനോടെ എനിക്ക് യോജിപ്പുള്ളൂ. കാരണം പ്രതിഷേധം എല്ലാത്തിനും എപ്പോഴും കാണുമല്ലോ. എല്ലാ കാര്യത്തിലും പ്രതിഷേധം കാണണം. പ്രതിഷേധം ഉണ്ടെങ്കിലേ ഈ കേരളവും രാജ്യവും എല്ലാം മുന്നോട്ട് പോവുള്ളൂ. അത്രേ ഉള്ള ഒരു അഭിപ്രായമേ ഉള്ളൂ. എല്ലാത്തിനും പ്രതിഷേധം വേണം. ഇപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും, ഒരു കാര്യത്തിനല്ല എല്ലാ കാര്യങ്ങൾക്കും. അത് ഗവർണറുടേതായാലും ശരി തന്നെ, മുഖ്യമന്ത്രിയുടേതായാലും ശരി തന്നെയാണ്. പ്രതിഷേധം ഉണ്ടെങ്കിൽ അത് ഈ ഏത് കാര്യവും മുന്നോട്ട് പോകുള്ളൂ. എന്നാലും അറിയുള്ളൂ, അധികാരികൾ അറിയുള്ളൂ. അങ്ങേർക്ക് ഇഷ്ടമില്ലെങ്കിൽ അതിൻ്റെ എക്സ്പ്ലനേഷൻ ഗവൺമെൻറ്റിനോട് ചോദിക്കണം. എന്താണ് അവർ റിപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ഒപ്പിടണം, അല്ലെങ്കിൽ പ്രസിഡന്റിന് അയച്ചു കൊടുക്കണം. ഗവർണർ എന്ന് പറയുന്ന ഒരു ന്യൂട്രൽ പോസ്റ്റാണ്. അങ്ങേര് ഇങ്ങനത്തെ പാർഷ്യാലിറ്റി കാണിക്കാൻ പാടില്ല. അങ്ങേര് ഒരു പാർട്ടിയിലും പെട്ടതല്ല. ഒരു ന്യൂട്രൽ പോസ്റ്റാണ് ഗവർണർ, പ്രസിഡന്റ് ഒക്കെ. അപ്പോൾ അവർ ന്യൂട്രലായിട്ട് തന്നെ നിൽക്കണം. പക്ഷേ ഗവർണർ ഒരു പദവിയിൽ ഇരിക്കുക തന്നെയാണ്. പക്ഷേ ഗവർണർക്ക് നമ്മൾ ഒരു സ്ഥാനം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ ബഹുമാനിക്കേണ്ടതാണ്. നമ്മുടെ ഇവിടെ വരുമ്പോൾ നമ്മൾ അദ്ദേഹത്തെ ബഹുമാനിക്കേണ്ടതാണ്. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എന്തെങ്കിലും സീൻ ഉണ്ടായതുകൊണ്ടായിരിക്കാം ഇറങ്ങിയത്. അദ്ദേഹം അങ്ങനെ ചെയ്യുമെന്ന് നമുക്ക് തോന്നുന്നില്ല. അദ്ദേഹം അങ്ങനെ ചെയ്യില്ല. എനിക്ക് ഗവർണറെ കുറിച്ച് നല്ല അഭിപ്രായമാണ്. അദ്ദേഹം അങ്ങനെ ചെയ്യുന്ന എനിക്ക് വിശ്വാസമില്ല. നല്ലൊരു സ്ഥാനമാണ് എൻ്റെ മനസ്സിൽ അദ്ദേഹത്തിന്. ഗവർണർക്ക് എത്ര പ്രോട്ടോക്കോൾ അന്ന് അവിടെ എസ്എഫ്ഐ കാണിച്ചത് ഇതാണ്, ഗുണ്ടായിസം തന്നെയാണ്. അത് പറയാതിരിക്കാൻ വയ്യ.